കുടിവെള്ള വിതരണ പൈപ്പ് നിർമ്മാണം മൂലം വലഞ്ഞ ഇടക്കൊച്ചിയിലെ ജനങ്ങൾ അമൃത് പദ്ധതി വഴി കുടിവെള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിക്കാൻ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. പൊടിശല്യം കാരണം നാട്ടുകാരും വഴിയാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. പൊടിപടലം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ. അവര് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമെല്ലാം വീടുകൾക്ക് പുറത്തിറങ്ങി വീടിന് മുൻപിലുള്ള തോപ്പുംപടി ഇടക്കൊച്ചി ഹൈവേ നനയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടക്കൊച്ചി ഹൈവേയിൽ ഇത്തരത്തിൽ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ഏകദേശം 2 മാസത്തോളമായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക്, വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുവാനായിട്ട് സാധിക്കും, ഒരു ചേച്ചി നിന്നിട്ട് വീടിന് മുന്നിലെ റോഡ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചേച്ചി ഇത്തരത്തിൽ ഒരു റോഡ് നനക്കുവാനായിട്ടുള്ള കാര്യം എന്താണ്? ഈ റോഡ് പൊളിച്ചിട്ടിട്ട് ഭയങ്കര പൊടിയാണ് വീട്ടിലോട്ട് കയറണം. പിന്നെ കൊച്ചുങ്ങൾക്ക് ജലദോഷവും കഫക്കെട്ടും ചുമയും പനിയും ഒക്കെ പിടിക്കണേണ്. ഞങ്ങൾക്ക് അകത്ത് വാതിൽ പോലും തുറന്നിടാൻ പറ്റിയല്ല, ഭയങ്കര പൊടിയാണ്. ഇനി ഞങ്ങൾക്ക് കുടിവെള്ളവും ഇല്ല. ഈ പൈപ്പ് വന്നാൽ ഉടനെ വെള്ളം കിട്ടുമെന്നും പറഞ്ഞാണ് ഈ പണിയൊക്കെ ചെയ്തിട്ട്. നിങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇടാനായിട്ട് ഇവിടെ പൊളിച്ചത്? അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളവും ഇല്ല, റോഡും പൊളിഞ്ഞ് ഞങ്ങൾക്ക് ദുരിതം മാത്രം. അമൃത് പദ്ധതി വഴി കുടിവെള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിക്കാൻ ജല അതോറിറ്റി ഇടക്കൊച്ചി റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഒരു മാസത്തിലേറെയായി. പൊടിശല്യം മൂലം നാട്ടുകാരും വഴിയാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. ഈ സംഭവം കൊണ്ട് മനുഷ്യന് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല, കുഞ്ഞുങ്ങളോട് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഈ പൊടിശല്യം കൊണ്ട് ഈ വെള്ളം വേണ്ട മനുഷ്യന് ജീവിക്കണ്ടേ? ഈ പൊടി കൊണ്ടിട്ട് എങ്ങനെ ഇതാകണം? കിട്ടണ കാശും മരുന്ന് മേടിക്കാനേക്കാണ്. ഇതിപ്പോ ഒരു 5-6 മാസം സഹിക്കാൻ തുടങ്ങിയിട്ട് ഇത് മനുഷ്യരല്ലേ? ഇത് ഇത്ര ആൾക്കാർ ഇവിടെ ജീവിക്കണേ, ഇടക്കൊച്ചി തിങ്ങി താമസിക്കണേ. ഇത് ഞങ്ങളെ ഒരു ദിവസത്തിനും ജീവിപ്പിക്കുകയില്ല, അല്ലാണ്ടും ജീവിപ്പിക്കില്ല, പണിയായില്ല. അതിനിടയ്ക്ക് ഇങ്ങനെയും കൂടി ആകുമ്പോൾ സ്വയം ഇവിടെ തന്നെ കൊണ്ട് പണിയാകും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പോണില്ല. റോഡിന്റെ കിഴക്കുവശം കുടിവെള്ള വിതരണ പൈപ്പില്ലാത്തതിനാൽ ഇടക്കൊച്ചിയിലെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് മുതൽ അരൂർ പാലം വരെയാണ് ജല അതോറിറ്റി പൈപ്പ് ഇടുന്നത്. കോഴിക്കോട് ബസ് സ്റ്റോപ്പ് വരെ റോഡ് പൊട്ടിച്ച പൈപ്പുകൾ സ്ഥാപിച്ചു. ഇതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി പൈപ്പിടുന്ന പ്രവൃത്തി തടഞ്ഞു. പൈപ്പിടുന്നത് പ്രദേശത്തെ ഫ്ളാറ്റുകൾക്ക് വെള്ളം നൽകുന്നതിനാണെന്ന് പറഞ്ഞാണ് ഇവർ പ്രവൃത്തിയെ എതിർത്തത്. അമൃത് പദ്ധതി വഴി സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നതിനാണ്. ഇടക്കൊച്ചി നമ്മുടെ പൂർത്തിയായി കഴിഞ്ഞ ഓവർഹെഡ് ടാങ്കിന്റെ അവിടെ നിന്നാണ് പൈപ്പ് ഇടക്കൊച്ചി അരൂർ പാലത്തിന് അവിടം വരെ ഇടുവാനായിട്ട് വാട്ടർ അതോറിറ്റി തയ്യാറായത്. ഇത് വാട്ടർ ടാങ്കിൻ്റെ അവിടെ നിന്ന് പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ഏകദേശം കോഴിക്കോട് ബസ് സ്റ്റോപ്പ് എത്തുന്ന സമീപ പ്രദേശത്ത് വെച്ച് അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത് തടയുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് ഫ്ലാറ്റുകാർക്ക് വെള്ളം കൊടുക്കുവാനാണെന്നുള്ളതാണ്. പക്ഷേ ഈ കുമ്പളഫറി നമ്മുടെ 16-ാം ഡിവിഷനിൽ തന്നെ 50-ലേറെ വീടുകളിലാണ് കണക്ഷൻ ഇല്ലാത്തത്. അതായത് റോഡിൻ്റെ കിഴക്കേ വശം. അവർക്ക് റോഡിൻ്റെ കണക്ഷൻ എടുക്കാൻ, വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാൻ സാധിക്കാതെ റോഡ് വെട്ടിപ്പൊളിക്കുവാനായിട്ട് അനുമതി കിട്ടുന്നില്ല. അങ്ങനെ വാട്ടർ അതോറിറ്റി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു സ്ഥലത്ത് മാത്രം അരൂരിൽ നിന്ന് വരുന്ന വെള്ളം കുമ്പളഫെറിയിൽ എത്തിച്ച് അവിടെ നിന്ന് ക്രോസ് കട്ട് ചെയ്ത് നേരെ ഇതുവഴി ഒരു ലൈൻ ഇടക്കൊച്ചി അറ്റം വരെ സ്ഥാപിക്കുന്നത്. അപ്പോൾ സൗജന്യമായിട്ട് നമുക്ക് കുടിവെള്ള കണക്ഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ഏകദേശം 1.5 മാസമായിട്ട് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചിട്ടത് മൂലം വലിയ തോതിൽ ഉയരുന്ന പൊടി പതിവായി വെള്ളം തളിച്ചാണ് നാട്ടുകാർ പ്രതിരോധിക്കുന്നത്. എല്ലാ ദിവസവും 3 നേരം നനച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം. പൊടി കൊണ്ട് ശ്വാസം മുട്ടി ആൾക്കാർ മരിക്കും താമസിയാതെ ഈ കണ്ടീഷൻ പോവുകയാണെങ്കിൽ. ഇതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം. ഒരുപാട് ബുദ്ധിമുട്ട്. ദിവസം 3 നേരം, ചിലപ്പോൾ ദിവസം 4 നേരം ഒക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള പൊടി ശ്വസിച്ചിട്ടാണെങ്കിൽ ഒട്ടും തന്നെ വയ്യാഴികയാണ് വന്നത്. എങ്ങനെയെങ്കിലും വേഗം ഒന്ന് തീർത്തു തരാനായിട്ട് താഴ്ന്നപേക്ഷിക്കുകയാണ്. പൊട്ടിച്ചിട്ട ടൈലും മണ്ണും പലയിടത്തും റോഡിന് മുകളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കുടിവെള്ള ക്ഷാമം തീർക്കാന്ന് പറഞ്ഞിട്ടാണ് പൈപ്പിട്ട്. പക്ഷേ ഒരു ഇടവക്കാലപ്പെട്ടിട്ട് അമ്പലം മുതൽ നമ്മളുടെ എൻ്റെ ഫ്ലാറ്റ് വന്നപ്പോൾ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ എന്നിട്ട് തടസ്സപ്പെടുത്തിയതിനെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. രാവിലെ മുതൽ നല്ല പൊടിയാണ്, ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല. കണ്ണ് ചൊറിച്ചില്ല. നമ്മൾ ഭക്ഷ്യസാധനങ്ങൾ ചിലതൊക്കെ ഒരു പരിധിവരെയൊക്കെയല്ലേ നമുക്ക് ഇത് സേഫാക്കാൻ പറ്റുള്ളൂ. എല്ലാം മൂടി കെട്ടിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉടൻ തന്നെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ മെട്രോ 7 ന്യൂസിനോട്. ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇതിനൊരു ആർജവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റിയിൽ ഇല്ല എന്ന് തന്നെ പറയും. എല്ലാ അനുമതിയും വാങ്ങിച്ചിട്ടാണ് അവർ ഈ പൈപ്പിടൽ ജോലി തുടങ്ങിയതെന്ന് എന്നോട് പറഞ്ഞു. ഈ പൈപ്പിടൽ ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് 1,05,00,000 രൂപ
രൂപയും പൊതുമരാമത്ത് വകുപ്പിൽ അടച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഈ ഞാൻ പൈപ്പിടൽ പൂർത്തീകരിച്ച് ആ കണക്ഷൻ കൊടുത്ത് റോഡ് പഴയ രീതിയിലാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും. ഇപ്പോൾ ഇനി ഇത് ചെയ്തില്ല എങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് ഞങ്ങൾ നാട്ടുകാരെയും കൂട്ടി ഇനിയും വാട്ടർ അതോറിറ്റി പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇത്തരത്തിൽ പൈപ്പിട്ട് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതെന്ന് പലരും പറയുമ്പോഴും ഇതിന്റെ സത്യാവസ്ഥയിലേക്കാണ് കൗൺസിലർ വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം പറയുന്നത് 1.5 മാസം മുൻപ് ആരംഭിച്ച ഈ ജോലികൾ പൂർത്തീകരിക്കുവാനായി രാഷ്ട്രീയ പാർട്ടികളിലെ പലരും തടസ്സം നിൽക്കുന്നു എന്നാണ്. എന്നിരുന്നാലും ഇത് ജനങ്ങൾക്ക് ദുരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളായി മാറുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഈ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ കൃത്യവിലോപമായി മാറുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കണം, അതിനായുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അധികാരികൾ തയ്യാറാകണം. ക്യാമറമാൻ സിംലേഷിനൊപ്പം ഇടക്കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റബല്ലോ.